ഡീപ് സീക്ക് ഇത് ചൈനയുടെ പുതിയ ആണ്. ചാറ്റ് ജി പി ടിക്ക് ബദലായി ചൈന കൊണ്ടുവന്ന ഒന്നാണ് ഡീപ് സീക്ക്. ലോകത്തിപ്പോൾ ഇന്റലിജൻസ് ഡെവലപ്മെന്റ്സ് കൂടുതലായിട്ട് നടത്തുന്ന ആരാണ്? ലോകത്തെ പവർഫുൾ രാജ്യമായിട്ടുള്ള അമേരിക്കയാണ്. ലോകത്തിപ്പോൾ ഇന്റലിജൻസ് റെവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കൂടുതലായിട്ടും ഡൊമിനേറ്റ് ചെയ്യുന്നത് ആരാണ്? അമേരിക്കയുടെ കൈകൾ തന്നെയാണ്. ആ ഒരു സമയത്താണ് ചൈനയുടെ ഡീപ് സീക്കിന്റെ ഒരു വരവ്. ചാറ്റ് ജി പി ടിക്ക് RIP എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ടെക് രംഗത്ത് ഇത് വലിയ രീതിയിലുള്ള ചർച്ചയായി മാറുന്നത്. അതിലെ പ്രധാനപ്പെട്ട കാര്യം, ചാറ്റ് ജി പി ടിയെ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഡീപ് സീക്ക് കാർബൺ കമ്പനിയുടെ പ്രോസസ്സിംഗ് എല്ലാം വളരെ അഫോർഡബിൾ ആണ്. അതായത് ഒട്ടും കോസ്റ്റ്ലി ആയിരുന്നില്ല അവരുടെ നേട്ടം കൈവരിക്കാൻ അവർ കൊണ്ടുവന്നത്. 2023 ചൈനയിലെ ഒരു ഗ്രാമത്തിലാണ് ഡീപ് സീക്ക് വികസിപ്പിച്ചെടുക്കുന്നത്. ചൈനയുടെ ഡീപ് സീക്കിന്റെ കടന്നു വരവോടുകൂടി വലിയ നഷ്ടങ്ങളാണ് അമേരിക്കൻ കമ്പനികൾക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. കൂടാതെ ഡീപ് സീക്കിന്റെ കടന്നു വരവോടുകൂടി അമേരിക്കയ്ക്ക് ഉണ്ടായ നഷ്ടങ്ങൾ ചെറുതൊന്നുമല്ല. അതിനാൽ തന്നെ ട്രംപ് അധികാരത്തിൽ കയറിയപ്പോൾ തന്നെ ചൈനയെ ഉന്നം വെച്ചായിരുന്നു നീക്കങ്ങളെല്ലാം. ചൈനയ്ക്ക് താരിഫ് ചുമത്തുകയുണ്ടായി. ഫെബ്രുവരി 1 മുതൽ ചൈനയുടെ 10% താരിഫ് ചുമത്താനാണ് ട്രംപിന്റെ തീരുമാനം. താരിഫ് ചുമത്താനുള്ള മറ്റു പല കാരണങ്ങളും ട്രംപ് ചൈനയ്ക്കെതിരെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും പ്രധാന കാരണങ്ങളൊന്ന് ഈ ഡീപ് സീക്ക് തന്നെയാണ്. ഇതിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നതാണ്. കൂടുതൽ വിശദമാക്കാം. ഏവർക്കും ടോക്ക് സ്പേസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബജറ്റ് ഫ്രണ്ട്ലി ആപ്ലിക്കേഷൻ എന്ന പ്രത്യേകത തന്നെയാണ് ഡീപ് സീക്കിന്റെ വളരെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. ചാറ്റ് ജി പി ടിയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതും ഒരു ഓപ്പൺ സ്പേസ് തന്നെയാണെങ്കിലും എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു നിർമ്മാണം. ചാറ്റ് ജി പി ടി നമുക്കറിയാം, ഒരു മാസത്തെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ളവർക്ക് അറിയാൻ കഴിയും 2000 അടുപ്പിച്ചിട്ടുള്ള ഒരു തുകയാണ് അതിന്റെ ഒരു സബ്സ്ക്രിപ്ഷൻ ചാർജ്. ഒരു സാധാരണക്കാരനെ അപേക്ഷിച്ച് അഫോർഡബിൾ ചെയ്യാൻ വളരെ പ്രയാസകരമാണ് ഈ ചാറ്റ് ജി പി ടിയിൽ. എന്നാൽ ഡീപ് സീക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് ഡിവൈസിലും വർക്ക് ചെയ്യാൻ സാധിക്കും. കൂടാതെ വളരെ ലളിതമായ നിരക്കിൽ ജനങ്ങളിൽ എത്തിക്കാൻ ഇത് സാധിക്കുന്നുണ്ട്. ഇത് അമേരിക്കൻ ടെക് രംഗത്ത് വലിയൊരു തകർച്ചയ്ക്ക് കാരണമാകുന്ന ഒന്നാണ്. ചൈന ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ചാറ്റ് ജി പി ടിക്ക് സമാനമായിട്ട് അതേ ടെക്നോളജി ഉപയോഗിച്ച്, ഒരു പക്ഷേ ചാറ്റ് ജി പി ടിയെക്കാട്ടും അതിനെക്കാട്ടും വെല്ലുന്ന തരത്തിലേക്ക് ഡീപ് സീക്ക് വരുമ്പോൾ ഇത്രയും ഭീമമായ തുക ജനങ്ങളിൽ നിന്നും ഈടാക്കേണ്ട ആവശ്യകത ഇല്ല എന്നുള്ളതാണ് ഡീപ് സീക്ക് തെളിയിക്കുന്നത്. ചാറ്റ് ജി പി ടി ജനങ്ങളിൽ നിന്നും പിഴിയുന്ന ക്യാഷിന്റെ പകുതി പോലും ഇല്ല. അതായത് 98% ഡിഫറൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. മാത്രമല്ല ചാറ്റ് ജി പി ടിയെക്കാളും ഫാസ്റ്റും വളരെ ലളിതമായി ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. അതിന്റെ വെബ്സൈറ്റ് നിങ്ങൾ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. രജിസ്ട്രേഷൻ ഫ്രീ ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അത് ലോഗിൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ പ്രശ്നം എന്തെന്നാൽ, നിങ്ങൾ ഇപ്പോൾ അത് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചാലും ലോഗിൻ ചെയ്യാൻ സാധിക്കണമെന്നില്ല. കാരണം എന്താ പറഞ്ഞാൽ ഹെവി ട്രാഫിക് ആണ് കാണിക്കുന്നത്. കാരണം ഫ്രീ ആയതിനാൽ തന്നെ ജനങ്ങളെല്ലാം ഇടിച്ചു കയറി രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ സെർവർ ബിസി എന്നാകും ഇപ്പൊ കാണിക്കുക. ഇവിടെ ചൈന മുതലെടുത്തിരിക്കുന്നത് ജനങ്ങളുടെ നീഡ്സിനെയാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ ഫാസ്റ്റ് മാത്രമല്ല, ഇന്റലിജൻസ് എന്ന് പറയുന്നത് വളരെ ഹൈ ലെവലാണ് അതിന്റെ. തീർച്ചയായിട്ടും ചാറ്റ് ജി പി ടിയെക്കാളും ഒരു പിടി മുന്നിൽ തന്നെയാണ് ഇത് നിൽക്കുന്നത്. അതുപോലെ തന്നെ ചാറ്റ് ലിമിറ്റ് ഇതിനില്ല. ചാറ്റ് ജി പി ടിയുടെ റീസണിങ് മോഡൽ ആയിട്ടുള്ള O1 എന്നൊരു മോഡലുണ്ട്. ആ ഒരു മോഡലിനേക്കാളും നിലവാരം കൂടിയത് തന്നെയാണ് ഈ ഡീപ് സീക്ക് നമുക്ക് തരുന്നത്. അതിലും വളരെ വിലക്കുറവിൽ. മാത്രമല്ല, ഉത്തരങ്ങൾ നൽകുന്നതിൽ ഉപഭോക്താവിന് എന്താണോ, ഏത് ലാംഗ്വേജ് ആണ് വേണ്ടതെന്നുള്ള ഒരു കൃത്യമായ ബോധ്യം ഇതിനുണ്ട്. അതായത് ഇതൊരു ലാംഗ്വേജ് മോഡൽ ആണെന്ന് പറയാം. ഇപ്പോ ചാറ്റ് ജി പി ടി, അതുപോലെ തന്നെ ക്ലൗഡ്സ് AI ഉണ്ട്, ജെമിനി, ഇതിനെയെല്ലാം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിനൊക്കെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു ഉത്തരം കൃത്യതയില്ലാതെ ലഭിക്കുന്ന ഒരു അവസ്ഥയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു മലയാളിക്ക് വേണ്ട ഒരു മലയാള ഉത്തരം അതിനെ മലയാളത്തിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ കുഴപ്പങ്ങളും
ഈ പറയുന്ന ഇന്റലിജൻസിനൊക്കെ ഉണ്ട്. ചാറ്റ് ജിപിടിക്ക് ആണെങ്കിലും ജെമിനിക്ക് ആണെങ്കിലും മറ്റേ ക്ലൗഡ്സിനാണെങ്കിലും ഒക്കെ കാണാറുണ്ട്. എന്നാൽ ഡീപ് സീക്കിന് അത്തരത്തിലൊരു പ്രശ്നം ഇവിടെ ഇല്ല. ഏത് ഭാഷക്കാർക്കും കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു പ്രോസസ്സിംഗ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും യൂസേഴ്സ് ഫ്രണ്ട്ലി ആണ് ഈ ഡീപ് സീക്ക്. ഇതെല്ലാം കൊണ്ട് തന്നെ അമേരിക്കൻ ടെക് രംഗത്ത് വലിയ രീതിയിലുള്ള അടി കിട്ടിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ രസകരമായി ഉള്ളത് ടെക് രംഗത്ത് ഡൊമിനേറ്റ് ചെയ്യുന്ന അമേരിക്കയെ ചൈന കംപ്ലീറ്റ്ലി അടിച്ചിട്ട അവസ്ഥയിലാണ്. മലയാളികളുടെ ഭാഷയിൽ 8ന്റെ പണി കിട്ടി എന്നൊക്കെ പറയാം, അമേരിക്കയ്ക്ക് ചൈന കൊടുത്തു എന്നൊക്കെ പറയാം. ഡീപ് സീക്കിന്റെ ഏറ്റവും രസകരമായ വേർഷൻ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ഒരു ആത്മകഥ ഉണ്ടല്ലോ, ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതുപോലും ഡീപ് സീക്കിന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് വേണ്ട എക്സാക്റ്റ് ആയിട്ടുള്ള ചോദ്യം ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുകയുള്ളൂ. അതൊരിക്കലും പുറത്തേക്ക് വരാൻ കുറച്ച് പ്രയാസമായിരിക്കും. അതൊരു പക്ഷേ നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ചോദ്യം വോയിസ് കൊടുക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരണമെന്നില്ല. എന്നാൽ മനസ്സിലുള്ളത് എന്താണ് നമ്മൾ കൃത്യമായിട്ട് ഉദ്ദേശിച്ചതെന്ന് ഡീപ് സീക്കിന് മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു വലിയൊരു പ്രത്യേകതയാണ് ഇതിനുള്ളത്. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ചൈനയുടെ ഈ AI അത്രയും അഡ്വാൻസ്ഡ് ആണ്, പവർഫുൾ, വളരെ പവർഫുൾ ആണ്. അതിനാൽ തന്നെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നതോടൊപ്പം ചൈനയുടെ ഈ ഒരു അഡ്വാൻസ് ടെക്നോളജി അപകടകാരി കൂടിയാകാൻ സാധ്യത ഏറെയാണ്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ട്രംപ് ചൈനയ്ക്ക് മേൽ താരിഫ് ചുമത്തിയിരിക്കുന്നത്. അതായത് ടെക്നോളജി ട്രാൻസ്ഫർ നടത്താതിരിക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. ചൈനയിലേക്ക് GPS അതുപോലെ തന്നെ സെമി കണ്ടക്ടേഴ്സ് ഇതെല്ലാം തടയാൻ വേണ്ടിയുള്ള എക്സ്പോർട്ടേഴ്സ് റെസ്ട്രിക്ഷൻസ് നടത്തിയിട്ടുണ്ട് അമേരിക്ക. ചൈനയുടെ മുകളിൽ അമേരിക്ക റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുമ്പോൾ ചൈന എന്താ ചെയ്യുന്നത്? കൂടുതൽ മികവിൽ മുന്നേറുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ലോകം മൊത്തം ചൈനയ്ക്കെതിരെ നിന്നാലും ചൈന ഒരടി അനങ്ങില്ല. കാരണം ചൈനയ്ക്ക് അറിയാം, ചൈന വേൾഡിൽ നമ്പർ 1 ആകണമെങ്കിൽ ലോകം മുഴുവൻ കൂടെ നിൽക്കണം എന്നില്ല എന്നുള്ളത്. പകരം എന്താണ്? അവരുടെ ഒരു റിസോഴ്സ് ചൈനയുടെ ഉള്ളിൽ തന്നെയുണ്ട്. അവിടുത്തെ ജനം തന്നെയാണ് അതിനുള്ള ഒരു ഉത്തരം. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ മുന്നേറാൻ ചൈനയ്ക്ക് അറിയാം. മറ്റു രാജ്യങ്ങൾക്ക് അങ്ങനെ യാതൊരു സപ്പോർട്ട്സും കൂടാതെ അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻസി കൂടാതെ നിലനിന്ന് പോകാൻ സാധിക്കില്ല. പക്ഷെ ചൈനയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ചൈനയുടെ ജനം അത്രയും പവർഫുൾ ആണ്, മെന്റലി ആൻഡ് ഫിസിക്കലി അവർ സ്ട്രോങ് ആണ്. പക്ഷെ അമേരിക്ക വെറുതെ ഇരിക്കില്ല. എത്രത്തോളം ചൈനയെ പ്രഷറൈസ് ചെയ്യാമോ അത്രത്തോളം അമേരിക്ക ചൈനയെ പ്രഷറൈസ് ചെയ്യും. കാരണം ടെക് ലോകം തന്നെ വാഴുന്നത് അമേരിക്കയിലായിരുന്നല്ലോ. അതിലൊരു ചാഞ്ചാട്ടം വരാൻ അമേരിക്ക സമ്മതിക്കില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ട്രംപ്, അതും മസ്കിനെ ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോഴുള്ള അമേരിക്കയുടെ നീക്കങ്ങൾ. എന്തായാലും ഡീപ് സീക്ക് ചൈനയുടെ ഗ്ലോബലി ഉള്ള ഈ ഒരു നേട്ടം തന്നെയാണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കൂടാതെ അമേരിക്ക ഇതിനെ ഇനി ഏത് വിധേനയാകും പ്രതിരോധിക്കുക എന്നുകൂടി കാണേണ്ടിയിരിക്കുന്നു.